ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ താരം ഈ ചെടിയാട്ടോ. ഇത് കുറേ പേർക്കൊക്കെ മനസ്സിലായി കാണും, കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതൊരു കാട്ടുപയറാണ്. വെറുതെ ഇതങ്ങ് വള്ളിപ്പയറായിട്ട് അങ്ങ് പടർന്ന് കയറും കേട്ടോ. ഒരു ശല്യക്കാരനായിട്ടാണ് ഇതുണ്ടാവുക. നമ്മൾ വിചാരിക്കും എന്തൊരു ശല്യമാണ്, ആക്രമിച്ച് കയറുന്നൊക്കെ പറയില്ലേ. എല്ലാ ചെടികളെയും കടത്തി വെട്ടി പറമ്പുകളിലെല്ലാം ഈ പയറങ്ങ് ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ ഓർക്കുകയും ചെയ്തത് എന്താ ആരും നശിപ്പിക്കാത്തതെന്ന്. അപ്പം അതിൻ്റെ കുട്ടൻസാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനൊരു പയറുണ്ടാവും. ഈ പയറിന് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ. കണ്ടോ, അതിൻ്റെ പച്ച പയറാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഈ പയറിൻ്റെ വിത്തിന് അതിനകത്തുള്ള പരിപ്പുണ്ടല്ലോ, ആ പരിപ്പിന് ഭയങ്കര ഡിമാൻഡാണിപ്പോൾ. നല്ല വിലയുണ്ട് ഇതിന്. 1 കിലോയ്ക്ക് 1500 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം മനുഷ്യരെല്ലാം, വീട്ടിലിരിക്കുന്നവരെല്ലാം, പ്രായമായവരും അങ്ങനെയുള്ളവരൊക്കെ വെറുതെ ഇരിക്കുമല്ലേ, ഒരു ചിലവുമില്ലാണ്ട് കിട്ടും എന്ന് ഓർത്തിട്ട് എല്ലാവരും ഇപ്പോൾ ഈ പയർ പറിക്കാൻ ഇറങ്ങിയേക്കും കേട്ടോ. 1 കിലോയ്ക്ക് 1500 രൂപ ഇതിൻ്റെ വില. ഇത് അങ്ങാടിക്കടയിലാണ് കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പരിപ്പ് ഏകദേശം ഒരു ഉലുവ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് കടിച്ചു നോക്കി. അപ്പോൾ അതിന് നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ, പച്ച ചെറുപയർ പരിപ്പ് വായിലിട്ട ആ ഒരു ടേസ്റ്റ് പോലെ തോന്നിട്ടോ. ഞാൻ ഈ 2-3 എണ്ണം ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പരിപ്പായത്. ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ 1 കിലോ ആവണമെങ്കിൽ കുറേ പയർ പറിച്ചെടുക്കണം, എന്നാലേ കേട്ടോ ഈ പറഞ്ഞ കാശ് കിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ഈ പയർ. അതിന് ആൾക്കാർ ചെയ്യണത് ഞാൻ കണ്ടു. ഒരു പായ ഇട്ടിട്ട് അതിൽ ഈ പയർ കൊണ്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ടാട്ടോ അവർ ഉണക്കുന്നത്.